അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇണ്ട് നങ്ങ മദ്ഹബിലെ ഇമാമിങ്ങളിൽപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ചരിത്രയാണ് ഇണ്ട് നങ്ങ ചൊല്ലകു പോണ്ടേ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആലിമീങ്ങളിൽപ്പെട്ട ആളാണ്, മുജ്തഹിദീങ്ങളിൽപ്പെട്ട ആളാണ്, ഒരു മദ്ഹബിനെ ക്രോഡീകരിച്ച ഇമാമാണ്. അത്ര വലിയ ഇമാമു ഏതെങ്കിലും ഒരു മസ്അലയുടെ വിഷയം വരുമ്പോൾ, ഒരു തീരുമാന ഫത്വ കൊടുക്കുക സാധ്യമാവാതെ വരുമ്പോൾ അങ്ങ് പോയോണ്ടിൻ്റെ ഹദ്റത്തിൻ്റെ വിഷയം നമുക്ക് പല കിതാബുകളും കാണുക സാധ്യമാവുള്ളൂ. ഇഹ്യാ ഉലുമുദ്ദീൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഹ്യലും, അതുപോലെ ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ അൻവാറുൽ ഖുദ്സി, ഇങ്ങനെ പല കിതാബുകളിലും ഈ വിഷയം നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. അതിൻ്റെ നമുക്ക് നോക്കുക. വകാന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വയഹ്യ ഇബ്നു മുഅയ്യൻ യഖ്തലിഫാനി ഇലാ മഅറൂഫിൽ ഖർഖി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും യഹ്യ ഇബ്നു മുഅയ്യൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ രണ്ടാളും ആ കാലത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതരാണ്, ആലിമീങ്ങളാണ്. അങ്ങനെ രണ്ടാളും യഖ്തലിഫാനി നിരന്തരമായിട്ട്, തുടരെയായിട്ട്, നിത്യമായിട്ട് എപ്പോഴും അങ്ങ് പോയോണ്ടിരുന്നാറുണ്ട്. ഇലാ മഅറൂഫിൽ ഖർഖി. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ചൊല്ലെ ആ കാലത്തെ ഉന്നത മശായിഖന്മാരിൽപ്പെട്ട മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിൻ്റെ മുട്ട എപ്പോഴും പോയോണ്ടു ദീന് പഠിച്ചോണ്ടു മസ്അല കേട്ടോണ്ടിരുന്നാറ്. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു അവസ്ഥ എന്തേ? വലം യകുൻ ഫി ഇൽമിൽ ലാഹിരി ബിമൻസിലതിഹിമ. ലാഹിറായ ഇൽമുരെ വിഷയത്തിൽ നോക്കിയെങ്കിൽ ഇങ്ങളെപ്പോലെ ആലിമായിത്തോ അല്ലെങ്കിൽ വലിയ മുജ്തഹിദായ പണ്ഡിത രൂപത്തിലോ കോലത്തിലോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ആറുള്ളേ ഉന്നത മശായിഖിൽപ്പെട്ട മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഉള്ളേ. ആ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിൻ്റെ മുട്ട ആലിമായിട്ട് അറിയപ്പെട്ടേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പോയോണ്ടിന്ത്. മാത്രമല്ല വക്കാന യസ്അലാനിഹി, ഇങ്ങനെ രണ്ടാളും അവിടെ പോയിട്ട് ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ കേട്ടോണ്ടിരുന്നാറ്, കുറേ ചോദ്യങ്ങൾ കേട്ടോണ്ടിരുന്നാറ്, മസ്അലയുടെ വിഷയം കേട്ടോണ്ടിരുന്നാറ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ഇഹ്യൽ വകൈഫ, എങ്ങനെ പോവാതിക്കൂ? ഇത്ര വലിയ മശായിഖന്മാരിക്കുമ്പോൾ എങ്ങനെ പോവാതിക്കൂ? കാരണം വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചൊന്നുരല്ലേ ലമ്മ ഖീല ലഹു, നബി തങ്ങളൊട്ടിಗೆ സ്വഹാബത്ത് കേട്ടാറ്, കൈഫ നഫ്അലു ഇദാ ജാഅന അംറുൻ ലം നജിദുഹു ഫി കിതാബിൻ വലാ സുന്നത്തിൻ. നബി തങ്ങളെ കാലത്തിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഒരു മസ്അലമാ, ഏതെങ്കിലും ഒരു ദീനിയായ വിഷയമാ ഞങ്ങൾ മുന്നിൽ വരുമ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ നമുക്കത് കാണുക സാധ്യമാവില്ല, അല്ലെങ്കിൽ ഹദീസിൽ നമുക്കതിലെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഒന്നും ഇല്ല. ആ സമയത്ത് ഞങ്ങൾ എന്തിനാക്കണം നബിയേണ്ട് നബി തങ്ങളൊട്ടിಗೆ കേട്ടപ്പാ നബി തങ്ങ കൊടുത്തൊരു മറുപടിയുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പ നബി തങ്ങ ചൊന്നൊരു പലക്ക സലു സ്വാലിഹീൻ, നിങ്ങ ആ കാലത്തിൻ്റെ സ്വാലിഹീങ്ങളായ മശായിഖന്മാരൊട്ടിಗೆ കേൾക്കറു. ആ മസ്അലരെ പോയിട്ട് ആ പ്രശ്നത്തിന് പരിഹാരമായിട്ട് നിങ്ങൾ പോകണായ ജായക സ്വാലിഹീങ്ങളായ മശായിഖന്മാരാണ്. വജ്അലൂഹു ശൂറാ ബൈനഹും, നിങ്ങൾ അങ്ങളൊട്ടിಗೆ മുഷാവറ ചെയ്യറു. അങ്ങനെ നിങ്ങൾ മുഷാവറായിട്ട് നിങ്ങളെ മുന്നോട്ട് കാണറു. ആ മശായിഖന്മാരെ ഹദ്റത്തിಗೆ എത്തറു, സന്നിധിಗೆ എത്തറു ഉണ്ടു. ആറ് ചൊല്ലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സ്വഹാബത്തിക്ക് ചൊന്നു കൊടുത്ത ഒരു പളക്കത്തെ എടുത്തിട്ട് ഇഹ്യാ ഉലുമുദ്ദീനിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണുമ്പോൾ നോക്കരുത്. മാത്രമല്ല അൽ അൻവാറുൽ ഖുദ്സിയിൽ കാണുക സാധ്യമാവുള്ളൂ. വഖദ് കാനൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മാ ജലാലത്തി ഖദ്രിഹി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ആലിമാണ്, പണ്ഡിതനാണ്, വലിയ സ്ഥാനത്തിലുള്ള ആളാണ്. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇദാ തവഖഫ ഫീ മസ്അലത്തിൻ, ഏതെങ്കിലും ഒരു മസ്അലയിൽ ഒരു പരിഹാരമായിട്ട് ഏതെങ്കിലും ഒരു മസ്അല എതിർ വരുമ്പോൾ അതൊരു തീരുമാനം എടുക്കാതെ ഒരു അവസ്ഥയ്ക്ക് എത്തുമ്പോഴാ അപ്പം എന്തിനാക്കൂ യഖൂലു അബി ഹംസത്തുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ആ കാലത്തിൽ നിന്നെ പിന്നൊരു മശായിഖിൽപ്പെട്ട ആളാണ് അബു ഹംസത്തുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അബു ഹംസത്തുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മുട്ട പോവൂ, ആ ഹദ്റത്തിക്ക് പോയിട്ട് കേൾക്കൂ. മാ തഖൂൽ ഫി ഹാദിഹിൽ മസ്അലതി യാ സൂഫി, ഓ മഹാനരെ, ഓ ഷെയ്ഖരെ, ഓ അബു ഹംസത്തുൽ ബഗ്ദാദി തങ്ങളെ, മാ തഖൂൽ ഫി ഹാദിഹിൽ മസ്അലതി, ഈ മസ്അലയിൽ നിങ്ങളെ തീരുമാനം എന്തിരേ, ഈ മസ്അലയിൽ നിങ്ങളെ ഫത്വ എന്തിരേട്ട് ആറ് കേട്ടോണ്ടിന്നെ ഏറ്റവും വലിയ ആലിമായ മുജ്തഹിദായ കിതാബെല്ലാം കലക്കി കുടിച്ച് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പോയിട്ട് കേട്ടോണ്ടിരുന്ന ഹദ്റത്താണ് മശായിഖന്മാരിൽ പെട്ട ആളാണ് ആയ അബു ഹംസത്തുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മുട്ട. അപ്പോൾ ഫമഹ്മാ ഖാല ലഹു, അവിടുത്തെ എന്തിനാണ് ചൊല്ലേ അബു ഹംസത്തുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്തൊരു തീരുമാനമാണോ ആ വിഷയത്തിൽ ചൊല്ലേ ഇഅ്തമദഹു, അതിരെടുത്തിട്ട് അവലംബമാക്കുന്ന ആളാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ തീരുമാനത്തെ, ആ ഫത്വരെ മുഅ്തമദായി അംഗീകരിക്കുന്ന ആളാണ്
ಅಹ್ಮದ್ ಬಿನ್ ಹಂಬಲ್ റളിയല്ലാഹു അൻഹു ചൊന്തു പല കിതാബുകളിൽ നമുക്ക് കാണാൻ സാധ്യമാവും. നോക്കൊരു പിരിസത്തെ മുഅ്മിനീങ്ങളെ, എത്ര മാത്ര ഈ ആലിമീങ്ങളും ആ കാലത്തിൻ്റെ പണ്ഡിതരായ മുജ്തഹിദികളായ പണ്ഡിതന്മാർ എല്ലാവരും പോയി എത്തിയോണ്ടിന്ന ഒരു ഹൽറത്ത് ചൊല്ലത് മശായിഖന്മാരെ ഹൽറത്താണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുക്ക് കിതാബ് പഠിപ്പാട്ടിയ പല ഉസ്താദുമാരും ഒരു ഭാഗത്തിലുള്ളാറ്. അങ്ങൊട്ടിക്ക് എന്തും പോവാതെ ഒരു ഭാഗത്തിൽ മഷായിഖന്മാരിക്കുമ്പോൾ ആ മഷായിഖന്മാരെ മുട്ട പോയിട്ട് ദീന് പഠിക്കുന്ന ഒരു അവസ്ഥ, ഒരു ചരിത്രം നമുക്ക് അങ്ങ് പഠിപ്പാട്ടി തന്നില്ലേ? ആ ഒരു സംഭവ നമുക്ക് ദീനിക്ക് തെളിവല്ലേ? ഈ മഷായിഖന്മാർ ചൊല്ലത് ഖിയാമത്ത് നാളത്തോളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാറുണ്ടല്ലേ റസൂലുള്ളാഹിയുടെ ഹദീസിൽ നമുക്ക് കാണുക സാധ്യവിടെ. ആ മഷായിഖന്മാരെ കുറവാക്കുക പോണ്ടേ, എന്തും தெரியாതെ ഞങ്ങളെ ആക്ഷേപിക്കരേ. ഞങ്ങൾ മുഞ്ഞാണ്ട് ചെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് എന്തിനാക്കിക്കൊണ്ടിരുന്നാറ്? കൈമുത്തിക്കൊണ്ടിരുന്നാറ്, കാല് ചുംബിച്ചോണ്ടിരുന്നാറ്. ഇതെല്ലാം നമുക്ക് തെളിവാണ്. മശായിഖന്മാരെ ഹൽറത്തിൽ പോകേണ്ട ഒരു അദബാണത്. അതിലുള്ള കളിയാക്കരാറ്, കാല് ചുംബിക്കുന്ന വിഷയത്തിൽ കളിയാക്കരാറ്. സ്വഹാബത്ത് ചൊന്ന പളക്കെന്തിരെ ഇന്നാ നുഖബ്ബിലു യദഹു വരിജ്ലഹു, ഞങ്ങൾ എപ്പോഴും റസൂലുള്ളാഹിയെ കയ്യും കാലും ചുംബിച്ചോണ്ടിരുന്ന, ബർക്കത്തെടുത്തോണ്ടിരുന്ന. റസൂലുള്ളാഹി ചൊന്നില്ലേ മൻ ഖബ്ബല ഖദമി ദഖലൽ ജന്ന, നന്റെ കാല് ചുംബിച്ച ആള് ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്ന് കഴിഞ്ഞിട്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൊല്ലുമ്പോൾ ആ മശായിഖന്മാരെ വാരിസീങ്ങളായിട്ട്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാരിസീങ്ങളായിട്ട് വേണ്ടേ മശായിഖന്മാരെ കാല് ചുംബിക്കാതെ എങ്ങനെക്കിടെ? അത് വലിയൊരു തൗഫീഖല്ലേ, വലിയൊരു മഹാഭാഗ്യല്ലേ നമുക്ക് കിട്ടിയത് ചൊന്തു. കിതാബിലെല്ലാം നമുക്ക് കാണുക സാധ്യമാവുമ്പോൾ ആ മശായിഖന്മാരെ എന്തും தெரியாது ആക്ഷേപിക്കുക നിൽക്കണ്ട, മുണ്ടാതെ ദച്ചിത്ത് ആ മശായിഖന്മാരെ ചരിത്രം പഠിക്കുക നോക്കൂ. അല്ലാഹു തആല അതിക്ക് തൗഫീഖ് നൽകട്ട്. മശായിഖന്മാരെ മദദിലായിട്ട് അങ്ങനെ റിലയിലായിട്ടുള്ള ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹു തആല നമുക്ക് തരട്ട് എന്ന് ചൊന്തു. എൻ്റെ പളക്കത്തെ നിപ്പാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.